ഗായ്സ്, അപ്പം തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ ചോറ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാം. വേറെ ഒന്നല്ല, നമ്മൾ ഉഴുന്നുവട പോലെ ചോറുവട ഉണ്ടാക്കാൻ പോവാണ്. ഇതാ ഗായ്സ്, സ്പൈഡർമാൻ്റെ ഷോക്സും തൊപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ. കുപ്പായമില്ല. കുപ്പായം എന്താക്കി, ആ കുപ്പായം കീറിയിട്ടോ ചെറുതായിട്ട്, അതന്നെ ഇട്ട് കിടന്ന് വലിച്ചിട്ട് അതുകൊണ്ടിപ്പോൾ മാസ്ക് ഇട്ടിട്ടാ നടത്തം അല്ലേ. സ്പൈഡർമാൻ ഊരി വികരുത് കേട്ടോ. അയ്യോ, എൻ്റെ ഫോൺ കൊണ്ടുപോലെ അതാ സ്പൈഡർമാൻ്റെ അനിയൻ വരുന്നു. ഓ, ജീവനും കൊണ്ട് ഓടിയോന്. അത് പേടിച്ചാരുടെ ജീവനും കൊണ്ട് ഓടി ഒച്ചപ്പാടി ഇട്ടിട്ട്. അപ്പോൾ ഗായ്സ്, ഞാനപ്പോൾ ചോറ് കൊണ്ട് ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ചോറ് കൊണ്ട് വട ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബാക്കി അത് ചോറൊന്നും വെറുതെ കളയണ്ടല്ലോ, കടിയാക്കി നമുക്കത് വെള്ളമാകുമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഇതാ ചോറ് ഇവിടെ ഞാൻ മിക്സിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ലേശം വെള്ളം ഒന്നിങ്ങനെ ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ജ്യൂസ് പോലെ അരിക്ക് മാവ് അരക്കും പോലെ അങ്ങനെ അരക്കരുത്, ലേശം ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇത്തിരി വെള്ളം ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ച് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗായ്സ്, ഇവിടെ ഇതാ ഞാൻ ചോറ് അരച്ച് വെച്ചതിലേക്ക് ഒരു ഉള്ളിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരിപ്പൊടി കുറച്ച് പാകത്തിന് ഇട്ടിട്ട് ഇതിനെ പാകം പരിവിലേക്ക് ആക്കണം. നമുക്ക് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കണം, അതിന് കണക്കായിട്ട് പാകം പരിവിലേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് മിക്സ് ആക്കി വെക്കട്ടെ. അപ്പോൾ ഇഞ്ചി ചേർക്കുമ്പോൾ ഗായ്സ് കണ്ണിലേക്ക് ഒരൊറ്റ തെറിക്കല് ഇങ്ങനെ കുത്തിയെന്ന് മാത്രം ഓർമ്മയുണ്ട്. അതിൻ്റെ നീര് ഫുള്ള് കണ്ണിലേക്ക് തെറിച്ച് കുറച്ച് നേരത്തിൽ കണ്ണ് തുറക്കാൻ വയ്യായിരുന്നു കേട്ടോ, എരിഞ്ഞിട്ട്. ഇപ്പോൾ കുറേ വട്ടം കണ്ണ് കുറേ പച്ചവെള്ളത്തിൽ കഴുകിയപ്പോൾ റെഡിയായി. അപ്പോൾ ഇഞ്ചി ചതക്കുമ്പോൾ നോക്കി ചതച്ചിട്ട് ഇട്ടോളാം, ഓക്കെ അല്ലേ, കണ്ണടിച്ച് പോകും. ഞാൻ ഇട്ടിങ്ങനെ കുത്തിയതേ ഉള്ളൂ, അങ്ങനെ അങ്ങ് തീർച്ചു കണ്ണിലേക്ക്. അപ്പോൾ അത് ആ ചോറിലേക്ക് ഞാൻ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി വലിയ ജീരകവും ഒക്കെ ഇട്ട് നല്ല കുഴച്ച് മിക്സാക്കി പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് ആവണ ഇരുന്നോട്ടെ, ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് പൊരിക്കാം. പിന്നെ അത് അധികം ടൈറ്റ് മാവുമല്ല, എന്നാൽ ലൂസ് മാവുമല്ല, അങ്ങനെയുള്ളത്. ഇപ്പോൾ കുറച്ച് എണ്ണ കയ്യിലാക്കിയിട്ട് വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പോയി പാല് വാങ്ങിയിട്ട് വരാം. പാല് തരേണ്ട സമയമായിട്ടുണ്ട്, നമുക്ക് പോയി പാല് വാങ്ങിയിട്ട് വരാം. ഓ, സ്പൈഡർമാൻ കുട്ടി, അയ്യോ എവിടെ, അതിനോടെ ഓ ഊരിക്കോളി. അതിനെ കയറൊക്കെ എടുത്തോണ്ട് കളിക്കുന്നത് ഓനക്ക് ഇട്ടുകൊടുക്കടാ, തൊപ്പി ഇട്ടുകൊടുക്ക്. അതല്ല പൊപ്പി. ഇക്കാക്ക അനിയനും പാല് വാങ്ങാൻ കൂടെ വന്നതാട്ടോ. അയ്യേ അന്നു സിമെന്റ് പൊടി കളിക്കല്ലേ, അതെന്തിനാ അതെടുത്തിട്ട് വന്നത്? റോഡ് കുത്തി പൊളിക്കല്ലേ, ചീത്തക്ക്. ചീച്ചി അതിനാപ്പി ഈച്ചി ഒറ്റ ഇട്ടും പറ. വേണ്ട അടിക്കണ്ട, പാവല്ലേ, ഉയിഞ്ഞു കൊടുക്ക്. ഓ, ഊതി കൊടുക്ക, അടിച്ചിട്ട് ഊതി കൊടുക്കുക. അവനാടുന്ന് എണീക്ക്, ഇഞ്ഞാണ് മണ്ണ് കളിച്ചിട്ട് അവൻ ഇഞ്ഞ അടിക്കുന്നേ. ചീച്ചിയാ പറയുന്ന കേൾക്കുന്നില്ലേ? എണ്ണ ആക്കിയിട്ടുണ്ട്, എന്റെ കയ്യിൽ എണ്ണയൊക്കെ ഉഴുന്നുവട പോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് എണ്ണ ചൂടാവുന്നേ ഉള്ളൂ, എണ്ണയിലേക്ക് ഇടണം.
അപ്പോൾ ഇതാട്ടോ നമ്മുടെ വട അവിടെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റ് സാധനമാണേ. ബാക്കി ഇത് അവിടെ പൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്താ കുന്തം കുന്തം കൊടുക്കടാ, കുട്ടിക്ക് വണ്ടി കൊടുക്കടാ. അന്നോനെ കാർ ഓടിച്ചാ കാണിച്ചാ അവിടെ മീ അവൻ്റെ പൊളി കാറ് കണ്ട ഗൈസ്. ഉള്ളിലിട്ടച്ചാ ബട്ടീൻ്റെ ഉള്ളിൽ. അതിനാ ബട്ടീൻ്റെ ഉള്ളിലിട്ടച്ചാ റേസിങ്. ആ താഴെ വീടും കേട്ടോ ഇന്ന് ഓടിച്ചാൽ. ഓ അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ വടയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് തിന്ന് നോക്കി, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിൾ വടയാണ്, ചോറ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ചെറിയ റെസിപ്പി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.